നമസ്കാരം. കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും അന്തംകമ്മികളൊന്നുമല്ല. കമ്മ്യൂണിസ്റ്റുകാരിൽ നല്ലൊരു ഭാഗം വിവരവും ബോധവും വെള്ളിയാഴ്ചയുമുള്ള ഈ സ്ഥലകാല ബോധമുള്ള എവിടെ എന്ത് എങ്ങനെ സംസാരിക്കണം, ഇത് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന് വ്യക്തമായി അറിയാവുന്ന പാർട്ടിക്കാരുണ്ട്. എന്നാൽ ഒന്നും അറിയാതെ വെറുതെ അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് വിളിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെയാണ് അന്തംകമ്മികൾ എന്ന് വിളിക്കുന്നത്. ആരാണ് അവർക്ക് അന്തംകമ്മി എന്ന് പേരിട്ടെന്നറിയാൻ പോയി. ഏതായാലും വല്ലാത്തൊരു പേരായിപ്പോയി. ആരായാലും അവർക്കൊരു അവാർഡ് കൊടുക്കണം എന്നതാണ് ഇന്ന് മലയാള ലോകത്തിന്റെ ഒരു ഇത് അത് പറയാൻ കാരണം എന്നറിയാം. ഇതെന്ന് കേട്ടു നോക്ക്. എന്തൊരു ട്രാഫിക് ജാം, അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം ഉണ്ടായില്ലേ? ഇപ്പൊ ഇന്ന് ഇവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ട് നമ്മളെ പൊതുയോഗത്തിൽ നിന്ന്. അല്ലെങ്കിൽ കേച്ചേരിയിൽ ട്രാഫിക് ജാം എന്ത് ഞാൻ ഇതിലെ പോണ്ട് ഞാൻ ഇടയ്ക്കാണ്. 10 മനുഷ്യൻ പോകും എത്ര സ്ഥലം പോരെ? 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെന്ന് ആലോചിച്ച് നോക്കിയേ. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാവരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട്. നടന്നു പോയപ്പോര് എന്താ പണ്ടൊക്കെ നമ്മൾ നടന്നു പോയില്ലേ? ഇത്ര കാറ് വേണമെന്ന് നിങ്ങൾ ആരെയും ചോദിക്കില്ല. ആരും ചോദിക്കില്ലല്ലോ. എന്നാ ഇത്ര വലിയ കാറ് വേണോ? അത് വേണം. എന്നാ ഒരു കുഞ്ഞു കാറ് പോയപ്പോ ഇവന് ഏറ്റവും വലിയ കാറ് പോകുമ്പോ അത്രയും സ്ഥലം പോവല്ലേ? 25 കാറ് ഇങ്ങനെ കിടക്കുമ്പോ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? 25 കാറ് കിടക്കുന്നു എന്നല്ല, 25 ആളെ ഉള്ളൂ. ഞാനീ പറയുന്നത് അദ്ദേഹം അന്തംകമ്മിയാണെന്നല്ല. ഈ ഇന്ത്യ മഹാരാജ്യത്തിനൊരു നിയമമുണ്ട്. നമ്മളെ കേരളത്തിലൊരു നിയമ സംവിധാനമുണ്ട്. വഴി നടക്കാനുള്ള അവകാശമുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ സമ്മേളനം, പാർട്ടി സമ്മേളനം അവിടെ നടക്കുന്നത് കൊണ്ട് തലേ ദിവസം തന്നെ എല്ലാവരും അതുവഴി സഞ്ചരിക്കാനുള്ള ഒരു വീട്ടിൽ എല്ലാവരും കൂടെ ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടണം. എന്നിട്ട് പിറ്റേന്ന് ഒന്നുകിൽ അതുവഴി നടന്നു പോകണം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കാറിൽ പോകണം. എന്തിന് നിങ്ങൾ വേറെ വേറെ കാറിൽ പോകണം? ഞാനൊരു തമാശയാണ് പറയുന്നത് കേട്ടോ. ഇവരെല്ലാം വരുന്നത് അവരുടെ വീടുകളിൽ നിന്നാണ്, അവരുടെ ഭാര്യയുടെയും കുട്ടികളുടെ അടുത്തു നിന്നാണ് വരുന്നത്. അന്ന് അവിടെ CPM പരിപാടി നടക്കുന്നത് കൊണ്ട് അവർക്ക് എല്ലാവർക്കും കൂടി ഒരാൾ പോരെ എന്ന് ചോദിക്കരുത്. അങ്ങനെ ചോദിക്കാതിരുന്നത് നന്നായി എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്തൊരു ദുരന്തമാണ്! റോഡിൽ ഇത്ര പരസ്യമായി നിയമലംഘനം നടത്തി വെച്ചിട്ട് അത് നിയമലംഘനമാണ് എന്ന് കോടതി വിളിച്ചു പറഞ്ഞിട്ട് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെയെല്ലാം നോക്കിക്കുട്ടിയായി നിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് മാതൃകയാകേണ്ട കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഒരു വക്താവ്, ഒരു നേതാവാണ് നിന്നുകൊണ്ട് ഈ രീതിയിൽ സംസാരിക്കുന്നത്. അദ്ദേഹത്തെ ആരെങ്കിലും അന്തംകമ്മി എന്ന് വിളിച്ചല്ലോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പ്രസംഗം കേൾക്കുന്ന, ഈ കാര്യങ്ങൾ കേൾക്കുന്ന ആരെങ്കിലും അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചാൽ അത്ഭുതപ്പെടാനില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. Different angles. Don't forget to subscribe and support this channel.